ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മനീഷാണെങ്കിൽ മേഘയെ തല്ലിയിട്ട് എല്ലാ കാര്യങ്ങളും നാളെ കോടതി പറയുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ മേഘ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. നാളെ മനീഷ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതി തനിക്ക് പണിഷ്മെൻറ്റ് തരും നമ്മൾക്ക് അറിയാവുന്നതായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് മനീഷിന് ഇതിൽ നിന്നും പിന്തിരിക്കാമെന്ന് ആലോചിച്ചിട്ട് അവൾ വല്ലാതെ ടെൻഷൻ അടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതുകൊണ്ട് അവൾ ശരവണനെയാണ് കോൾ ചെയ്യുന്നത്, അവളുടെ അച്ഛനെ. അപ്പോൾ അയാൾ വിളിച്ചിട്ട് അയാളോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾ പറയാണ്. മനീഷ് വീട്ടിൽ വന്നതും കുട്ടിയെ നശിപ്പിച്ചത് അറിഞ്ഞിട്ട് മേഘയെ തല്ലിയിട്ട് പോയതും നാളെ കോടതി സത്യങ്ങൾ പറയുന്നുള്ളത് മുഴുവൻ കാര്യങ്ങളും അയാളോട് പറയുകയാണ്. അപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം അയാൾ പറയുന്നുണ്ട്, നാളെ മനീഷ് കോടതിയിൽ വന്നിട്ട് സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി നിന്നെ ശിക്ഷിക്കില്ലേ മേഘ? അതെ അച്ഛാ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു അച്ഛാ. മനീഷ് നാളെ കോടതിയിൽ വരാൻ പാടില്ല. അവനെ എന്തെങ്കിലും ചെയ്യണം അച്ഛാ. മനീഷ് അവരെവിടെയുള്ളത് മോളെ? ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട് എന്നോട് തല്ലു പിടിച്ചിട്ട് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയത്. മെഗ മോളെ, ഞാൻ നിൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് തന്നെയുണ്ട്. ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം. നീ ധൈര്യമായിട്ടിരിക്ക്, പേടിക്കേണ്ട. മനീഷ് നാളെ കോടതി വരരുത്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? കോള് കട്ടാക്കിയതിന് ശേഷം ശരവണൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മേഘയാണെങ്കിൽ വല്ലാത്ത പരിഭ്രമത്തിലാണുള്ളത്. മനീഷിനെ നാളെ കോടതിയിൽ വരുത്താതിരിക്കാനുള്ള ഏക വഴി പ്രിയ മാത്രമാണ്. പ്രിയയെ വെച്ചിട്ട് മനീഷിനെ ലോക്ക് ചെയ്യണം. ശരവണൻ മനസ്സിലൊരു പ്ലാൻ ഇടുവാണ്. ശരവണൻ നേരെ വന്നത് പ്രിയ ഉണ്ടായിരുന്ന വീട്ടിലേക്കാണ്. പ്രിയ അവിടെ ബോൾ വെച്ച് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ മുത്തശ്ശനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ വിളിക്കുകയാണ്, ഹായ് മുത്തശ്ശ. ആഹാ, ഇന്ന് പ്രിയക്കുട്ടിക്ക് സ്കൂളിൽ ലീവാണോ? ആ, സ്കൂളിൽ ലീവാണ്. ഇന്ന് മുത്തശ്ശൻ്റെ കൂടെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് വരുന്നോ? അവിടെ ഒരുപാട് മിഠായികളും ഒക്കെ മുത്തശ്ശൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയ ഒന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയി അമ്മയോട് ചോദിച്ചിട്ട് വരാം. പക്ഷേ പ്രിയയെ തടഞ്ഞുകൊണ്ട് ശരവണൻ പറയാണ്, അമ്മയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, വാ മുത്തശ്ശൻ്റെ കൂടെ പോവാം. പ്രിയ സംശയിച്ച് നിൽക്കുകയാണ്. കാരണം പറയാതെ പോയി കഴിഞ്ഞാൽ മേഘ തല്ലുമോ എന്നുള്ള ഭയം അവൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരവണൻ പറയുന്നുണ്ട്, ഏയ് ടെൻഷൻ അടിക്കൊന്നും വേണ്ടടാ, മുത്തശ്ശൻ അമ്മയോട് പറഞ്ഞോളാം. മുത്തശ്ശൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മോക്ക് നന്നായിട്ട് അടിച്ചു പൊളിച്ച് കളിക്കാം. അത് കേട്ടപ്പോൾ പ്രിയക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം അവൾക്ക് കൂടെ കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ, വാ പോവാം മുത്തശ്ശ, മുത്തശ്ശൻ്റെ ചെറിയ കുട്ടി എന്നിട്ട് പറഞ്ഞിട്ട് വേഗം ശരവണൻ കുട്ടിയെ എടുത്തിട്ട് ബൈക്കിൽ കൂടെ കൂട്ടുവാണ്. വീട്ടിലെത്തിയ സമയത്ത് ശരവണൻ കുട്ടിയോട് പറയുന്നുണ്ട്, ആ വാ 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 വാ, ഇതാ നമ്മൾ വീട്ടിലെത്തിയല്ലോ. എന്നിട്ട് വാതിലടച്ചപ്പോൾ പ്രിയ സംശയത്തോടെ ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശ ചോക്ലേറ്റും ബൊമ്മയൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിക്കാതെയാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്? അയ്യോ, അത് മുത്തശ്ശ മറന്നുപോയടാ. മോളുടെ അച്ഛന് ഫോൺ ചെയ്തിട്ട് ചോക്ലേറ്റും ഐസ്ക്രീമും ബൊമ്മയൊക്കെ വാങ്ങിയിട്ട് വരാൻ പറയുമോ? ശരി എന്ന് പ്രിയ പറഞ്ഞപ്പോഴേക്കും ശരവണൻ വേഗം തന്നെ മനീഷിൻ്റെ നമ്പർ അടിച്ചിട്ട് പ്രിയക്ക് കൊടുക്കുകയാണ്. മനീഷാണെങ്കിൽ മേഘയോട് ദേഷ്യപ്പിടിച്ചിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബൈക്കിലാണ് ഉണ്ടായിരുന്നത്. റോഡ് സൈഡിൽ നിന്ന് ഫോൺ റിങ് ചെയ്തപ്പോൾ സൈഡ് ഒതുക്കിയിട്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, ഇത് പുതിയ നമ്പറാണല്ലോ, ഇത് ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്ത സമയത്ത് പെട്ടെന്ന് തന്നെ പ്രിയ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പ്രിയ സംസാരിക്കുന്നത്. ഏയ് കുട്ടിയാണോടാ, ഇത് ആരുടെ ഫോണിൽ നിന്നാണ് മോള് സംസാരിക്കുന്നത്? ഞാൻ ശരവണൻ മുത്തശ്ശൻ്റെ ഫോണിൽ നിന്നാണ് അച്ഛാ സംസാരിക്കുന്നത്. ശരവണൻ മുത്തശ്ശനോ? മനീഷിനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട്, അച്ഛാ എനിക്ക് ചോക്ലേറ്റും ബൊമ്മയും ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ട് വരാമോ? പക്ഷേ മനീഷ് അതിലുള്ള ചതി മനസ്സിലാക്കാതെ ചോദിക്കുകയാണ്, ആഹാ മോൾക്ക് ഐസ്ക്രീം ചോക്ലേറ്റും ഒക്കെ വാങ്ങണോ? ശരി, അച്ഛൻ അതൊക്കെ വാങ്ങിയിട്ട് വരാം. അല്ല, മോളിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാൻ ശരവണ മുത്തശ്ശൻ്റെ വീട്ടിലാണ് ഉള്ളത്. ശരി, മോള് അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ, ശരി എന്ന് പറഞ്ഞിട്ട് കുട്ടി കോൾ കട്ട് ചെയ്യാണ്. ഫോണ് തിരിച്ച് കിട്ടിയപ്പോൾ ശരവണൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താടാ പറഞ്ഞത്? എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങിയിട്ട് വരാമെന്ന് അച്ഛൻ പറഞ്ഞത്. ശരവണനാങ്കിൽ അത് കേട്ടപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുട്ടിയോട് പറയുന്നുണ്ട്, ശരി മോൾ ആ റൂമിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ വന്നതിന് ശേഷം ഞാൻ മോളെ വിളിക്കാം. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് പ്രിയ അങ്ങോട്ടേക്ക് പോവുകയാണ്. ശരവണൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, മഹേഷ് ഇങ്ങോട്ടേക്ക് വരട്ടെ, പ്രിയയുടെ കൂടെ ചേർന്നിട്ട് അവനെ ഈ റൂമിൽ അടച്ചിട്ടിട്ട് ഇവിടുന്ന് വേഗം തന്നെ എസ്കേപ്പ് ആവണം. അയാൾ മനീഷിനെയും കാത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോഴേക്കും മനീഷ് വന്നിട്ട് വാതിലിന് തട്ടുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നിട്ട് ശരവണനാണെങ്കിൽ നല്ല സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ആ വാ മരുമകനെ, വാ വാ അകത്തേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനീഷ് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. പ്രിയ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ചുറ്റിലും നോക്കുവാണ്. അപ്പോൾ ശരവണൻ പറയാനുണ്ട്, പ്രിയ ആ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ശരി എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അവൻ ചുറ്റിലും നോക്കിക്കൊണ്ട് വിളിക്കുന്നുണ്ട്, പ്രിയ. പക്ഷേ പ്രിയ ആ റൂമിനകത്ത് ഉണ്ടായിരുന്നില്ല. അതൊരു ആളൊഴിഞ്ഞ റൂമായിരുന്നു.
മഹേഷ് ആ റൂമിൻ്റെ പുറത്ത് നിന്നിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശരവണൻ വേഗം അവനെ അങ്ങോട്ടേക്ക് തള്ളിയിടുകയാണ് ആ റൂമിലേക്ക്. എന്നിട്ട് വാതിൽ വേഗം പുറത്തു നിന്ന് ലോക്കാക്കുന്നുണ്ട്. ആ സമയത്ത് മനീഷ് തട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഏയ് നിങ്ങൾ എന്തിനാ വാതിലടിച്ച് പൂട്ടിയത്? എന്തിനാ നിങ്ങൾ ലോക്ക് ചെയ്തത്? അപ്പോൾ പുറത്തു നിന്ന് ശരവണൻ പറയാണ്, മരുമോനെ, കോർട്ടിലെ കേസ് കഴിയുന്നത് വരെ നീ തൽക്കാലം വീട്ടിനകത്ത് ഈ റൂമിനകത്ത് നിൽക്ക്. മേഘ നീ കോടതിയിൽ എത്താൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ നിൽക്ക്. ഏയ് മര്യാദയ്ക്ക് കതക് തുറക്ക്. മനീഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മോള് തന്നെ വലിയൊരു ക്രിമിനലാണ്. നിങ്ങൾ അതിനേക്കാളും വലിയ ക്രിമിനലാണല്ലോ. മരുമോനെ തെറ്റിദ്ധരിക്കണ്ട. നീയാണ് മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് കോടതിയിൽ നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേഘ ഇത്രയും കാലം ചെയ്തതൊക്കെ വെറുതെ ആയി പോവും. സിദ്ധാർത്ഥിനെ എങ്ങനെയെങ്കിലും നാളെ ജയിലിലേക്ക് പറഞ്ഞു വിടണം. അതിനു വേണ്ടിയിട്ടാണ് മേഘ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് നാളെ കോടതിയിൽ പോയിട്ട് നീ സത്യം പറയാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നെ തൽക്കാലം അകത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ വാങ്ങിയിട്ട് ജനൽ വഴി അകത്തേക്ക് തരാം. മര്യാദയ്ക്ക് കതക് തുറക്കടോ. മനീഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സോറി മരുമോനെ, വേറെ വഴിയില്ല. നിങ്ങളോട് മര്യാദയ്ക്ക് കതക് തുറക്കാനാണ് പറയുന്നത്. പക്ഷെ അതൊന്നും വകവെക്കാതെ ശരവണൻ വേഗം തന്നെ അവിടുന്ന് കേൾക്കാത്ത മട്ടിൽ പോവുകയാണ്. മനീഷ് അവനെ കൊണ്ടാവുന്നത് പോലെ എല്ലാ ആ റൂമിലുണ്ടായിരുന്ന വാതിലുകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഒന്നും തന്നെ തുറക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് കതക് തുറക്കടോ, അവൻ അലറുകയാണ്. അപ്പോൾ ആ സമയത്ത് ശരവണൻ കുറച്ച് മാറി നിന്നിട്ട് മേഘയെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ വല്ലാത്ത പരിഭ്രമത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അച്ഛൻ്റെ കോൾ കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെയാണ് എടുക്കുന്നത്. അച്ഛാ പറയച്ചാ, എന്തായത്? മേഘ മനീഷിനെ ഈ വീട്ടിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്താ അച്ഛാ പറഞ്ഞത്? മേഘ സന്തോഷത്തോട് ചോദിക്കുകയാണ്. അതേ മോളെ, പ്രിയയെ വെച്ചിട്ട് മനീഷിന് കോൾ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അവനാണെങ്കിൽ പ്രിയ വിളിച്ചത് കൊണ്ട് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രിയക്കുള്ള ചോക്ലേറ്റും ബലൂൺസും ഒക്കെ ആയിട്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. പ്രിയയെ നോക്കിക്കൊണ്ട് അവൻ റൂമിൽ കയറിയ സമയത്ത് ആ റൂമിനകത്തേക്ക് അവനെ തള്ളിയിട്ടിട്ട് റൂം പുറത്തു നിന്ന് ലോക്ക് ചെയ്തു. കോടതിയിലെ കേസ് കഴിയുന്നത് വരെ മനീഷ് ഇവിടെ തന്നെ നിൽക്കട്ടെ. കേസ് കഴിഞ്ഞതിന് ശേഷം നീ എപ്പോഴാണോ പറയുന്നത് അപ്പോൾ ഞാൻ അവനെ തുറന്നു വിട്ടോളാം. ശരി അച്ഛാ, അതുവരേക്കും മനീഷിനെ നന്നായിട്ട് നോക്കണം. ഞാൻ നോക്കിക്കോളാം. അയാൾ കോൾ കട്ട് ചെയ്യാണ്. മേഘയാണെങ്കിൽ അപ്പോഴാണ് അവൾക്ക് ശരിക്കും ആശ്വാസമായത്. അവൾ അതിനുശേഷം മറ്റൊരു മുഖഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ശരിക്കും വിജയിച്ചൊരു മുഖഭാവത്തോടു കൂടി. മനീഷാണെങ്കിൽ വാതിൽ തട്ടി അവസാനം തുറക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സമയം കൊണ്ട് പ്രിയയെയും കൂട്ടിക്കൊണ്ട് ശരവണൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മനീഷ് ചിന്തിക്കുകയാണ്, മേഘയുടെ കുടുംബത്തിൽ എല്ലാവരും ക്രിമിനലുകളാണല്ലോ. മേഘ ഒരു ക്രിമിനൽ, അവളുടെ മുത്തശ്ശി ഒരു ക്രിമിനൽ, അവളുടെ അച്ഛനൊരു ക്രിമിനൽ. അവളുടെ കുടുംബത്തിലെല്ലാവരും ക്രിമിനലുകളാണ്. മനീഷ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് മുന്നിലായിട്ട് ജനൽ കാണുന്നത്. വേഗം തന്നെ അവൻ എഴുന്നേറ്റ് ഇതിൻ്റെ കർട്ടൻ മാറ്റി നോക്കുവാണ്. എന്നിട്ട് ജനലിൻ്റെ ഡോറ് തുറക്കുകയാണെങ്കിലും പക്ഷെ അവൻ വിചാരിച്ചതുപോലെ അതിൽ കൂടെ രക്ഷപ്പെടൽ അത്ര എളുപ്പമായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് മലരെ ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ് ചന്ദ്രിക. മലരാണെങ്കിൽ ബെഡിന് നടുവിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ ചുമച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ചുമച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മലരിനെ തൊടുന്ന സമയത്ത് അവൾക്ക് നല്ല ചൂടുണ്ടായിരുന്നു. ഇതെന്താ നല്ല പനിയാണല്ലോ മോൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് സിദ്ധു അങ്ങോട്ടേക്ക് വരികയാണ്. എന്ത് പറ്റി ചന്ദ്രിക? സാർ, മലറിന് നല്ല പനിയും ചുമയും ഒക്കെയാണ്. ഇവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോവാം സാർ. ഡോക്ടർ? ചന്ദ്രിക, സമയം എത്രയായി എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, ഈ സമയത്ത് ഡോക്ടർ ഉണ്ടാവുമോ? അയ്യോ, അങ്ങനെയാണോ? ഇപ്പോൾ എന്താ സാർ ചെയ്യുക? ഒരു നിമിഷം, ഞാൻ മലറിന് തെർമോമീറ്റർ വെച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിദ്ധു പോയിട്ട് തെർമോമീറ്റർ എടുത്ത് കൊണ്ടുവരികയാണ്. തെർമോമീറ്റർ മലറിന് വെച്ച് നോക്കുന്ന സമയത്ത് 100-നേക്കാൾ മുകളിലായിട്ടാണ് പനിയുള്ളത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, മലറിന് നല്ല പനിയാണ്. അയ്യോ, എന്താ സാർ ഇനി ചെയ്യുക? ഒരു നിമിഷം, ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഡോക്ടർ രവിയെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആ സമയം കൊണ്ട് മലറിനെ ചന്ദ്രിക അവിടെ മാറ്റി കിടത്തുകയാണ്. അപ്പോൾ കൂട്ടുകാരനെ വിളിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, ഹായ് സിദ്ധാർത്ഥ് സാർ, ഇപ്പോൾ നിങ്ങൾ എവിടെയുള്ളത്? ഞാൻ ഇതുവരെ ക്ലിനിക്കിലുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോകാൻ നോക്കുവാണ്. എന്താ കാര്യം? അത് പിന്നെ സാർ, എൻ്റെ മകൾക്ക് നല്ല ഫീവറാണ്. ഇപ്പോൾ ക്ലിനിക്കിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ സാർ അവിടെ ഉണ്ടാവുമോ? താൻ ഇവിടെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. താൻ തൻ്റെ കുട്ടിക്ക് എത്രത്തോളം പനിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടാബ്ലറ്റ് ഞാൻ പറഞ്ഞു തരാം. എത്രയാ പനിയെന്നറിയാമോ? സാർ, 100-ന് മുകളിലുണ്ട്. കുറച്ച് അധികമാണല്ലോ പനി. രാവിലെ എന്താ കഴിച്ചത്? അപ്പോൾ സിദ്ധു ഫോൺ മാറ്റിയിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, രാവിലെ എന്തായിരുന്നു ഭക്ഷണം എന്ന്. ഇവള് രാവിലെ വല്ലാതെ ഓവറായിട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെയാണോ?
സിദ്ധു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഫോണിൽ വീണ്ടും സാറിനോട് പറയാണ് ചോക്ലേറ്റും ഐസ്ക്രീമും ബർഗറും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ജങ്ക് ഫുഡ് അധികമായിട്ട് വാങ്ങിക്കൊടുക്കല്ലേ, അങ്ങനെയുള്ളപ്പോഴാണ് കുട്ടികൾക്ക് ഇങ്ങനെ അമിതമായിട്ട് അസുഖങ്ങൾ വരുന്നത്. വാങ്ങിക്കാനുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാമെന്ന് പറയാണ്. രാവിലെ ആകുമ്പോഴേക്കും പനി കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട്. സിദ്ധുവിന് വാട്സപ്പ് ചെയ്യാൻ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാണ്. ആ സമയത്ത് ചന്ദ്രിക മലറിനോട് പറയുന്നുണ്ട്, മലർ, ഈ പ്രായത്തിലൊന്നും ഇങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല. നീ രാവിലെ കഴിക്കുമ്പോൾ തന്നെ സിദ്ധു സാർ നിന്നോട് വേണ്ട എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ അത് കേട്ടില്ല. ഇപ്പം കണ്ടില്ലേ, ഫീവർ വരെ വന്നു. മലർ, ഇനി മുതൽ ജങ്ക് ഫുഡ് കഴിക്കാനേ പാടില്ല. ശരി അമ്മ, മലർ കുഴഞ്ഞുകൊണ്ട് പറയാണ്. ശരി, അമ്മ പോയി മോക്ക് കഞ്ഞി വെച്ചിട്ട് വരാം. ശരി ചന്ദ്രിക, നീ പോയിട്ട് വാ. അപ്പോൾ ചന്ദ്രിക വേഗം കഞ്ഞി വെക്കാൻ വേണ്ടി അടുക്കളയിൽ പോവുകയാണ്. ആ സമയത്ത് സിദ്ധു മലറിനോട് പറയുന്നുണ്ട്, ഞാൻ ഡോക്ടർ അയച്ചു തന്ന മരുന്ന് വാങ്ങിയിട്ട് വരാം. അതേസമയം മനീഷ് വലിയൊരു വടി അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇരുമ്പിൻ്റെ ഒരു വടി പോലത്തെ സാധനം കൊണ്ടുവന്നിട്ട് ആ ഒരു ജനൽ കമ്പികൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ടും അവൻ അതിൽ നിന്നൊന്നും തൊടാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ഉറപ്പുള്ള കമ്പികളാണ് ജനലുണ്ടായിരുന്നത്. ആ സമയത്ത് ചന്ദ്രിക കഞ്ഞിയെടുത്ത് കൊടുക്കുകയാണ് മലറിന്. കൂടെ തന്നെ ലക്ഷ്മിയും മഹേന്ദ്രനും നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അമ്മ മതി അമ്മ, മലര് പറയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, കുറച്ചുകൂടെ കുടിക്ക്, മരുന്ന് കഴിക്കേണ്ടതല്ലേ. ലക്ഷ്മിയും പറയുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മാത്രമേ പെട്ടെന്ന് അസുഖം മാറുള്ളൂ, വേണ്ടാന്ന് പറയാൻ പാടില്ല, കുറച്ചുകൂടി കഴിക്കടാ. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രിക പറയാണ്, ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും മലര് കേൾക്കാറേ ഇല്ല. ഒന്നുകിൽ സിദ്ധു സാറ് പറയണം, അല്ലെ നിങ്ങൾ രണ്ടുപേരും പറയണം. അത് കേട്ടപ്പോൾ ലക്ഷ്മിയും മഹേന്ദ്രയും പൊട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ചെല്ലക്കുട്ടിയാണ്, ഞങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കൂ അല്ലേ മലർ? മഹേന്ദ്രൻ ചോദിച്ചപ്പോൾ അതേ മുത്തശ്ശ, മലര് പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രികയോട് മതി ഭക്ഷണം എന്ന് പറയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് സിദ്ധാർത്ഥ് ഓടിക്കതച്ച് വരുന്നത്. ഭക്ഷണം കഴിച്ചോ? ഇതാ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ചന്ദ്രിക ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് മരുന്ന് എടുത്തിട്ട് മലറിന് കൊടുക്കുകയാണ്. എന്നിട്ട് മരുന്ന് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതെടുത്ത് പൊട്ടിച്ചിട്ട് കൊടുത്ത സമയത്ത് മലര് പറയാണ്, ഇത് കഴിക്കും. ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ, ഡോക്ടർ മധുരമുള്ള മരുന്നാണ് തന്നത്, ഇത് കഴിക്കണം. സിദ്ധു പറയുന്നുണ്ട്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ പനി അധികമായി പോവും, ഇന്നാ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയുന്നുണ്ട്, മലർ, സിദ്ധു സാറ് പറഞ്ഞില്ലേ ഇനി കഴിക്ക്. സിദ്ധു വെള്ളം എടുത്തിട്ട് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മലറിന് വെള്ളം എടുത്ത് കൊടുത്തിട്ട് മരുന്നും കൊടുക്കുന്നുണ്ട് ചന്ദ്രിക. അപ്പോൾ കുറച്ച് കുടിച്ചപ്പോൾ ചന്ദ്രിക വെള്ളം തിരിച്ചെടുക്കുകയാണ്. സിദ്ധു അത് വാങ്ങി വെക്കുന്നുമുണ്ട്. ചന്ദ്രിക, മലർ ഉറങ്ങിക്കോട്ടെ. സിദ്ധു പറഞ്ഞപ്പോൾ ചന്ദ്രിക അവളെ കിടത്തി കൊടുക്കുവാണ്. അപ്പോൾ മലർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, അച്ഛൻ കൂടെ എൻ്റെ കൂടെ കിടക്കാമോ? ഞാൻ എങ്ങനെയാടാ? അപ്പോൾ ലക്ഷ്മിയും മഹേന്ദ്രനും പരസ്പരം നോക്കുവാണ്. അപ്പോൾ മലർ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉറങ്ങുക. മലർ, മോളിപ്പോൾ തൽക്കാലം അമ്മയുടെ കൂടെ കിടക്ക്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ അച്ഛനും കൂടെ വന്ന് കിടക്കാം. അച്ഛനിപ്പോൾ കുറച്ച് വർക്കുണ്ട്. ഓക്കെ ആണോ? ഇല്ല, അച്ഛൻ എന്നെ പറ്റിക്കും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ വരില്ല. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, മലര് വിളിക്കുന്നത് കേട്ടില്ലേ, കൂടെ പോയി കിടക്ക് സിദ്ധു. ഇല്ല അങ്കിൾ, ചെറിയൊരു വർക്കുണ്ട്, അതുകൊണ്ടാ. ഏട്ടാ, അവൻ എന്തിനാ വിഷമിക്കുന്നതെന്ന് ഏട്ടന് മനസ്സിലായില്ലേ? ഇനി എന്തിനാ അവൻ വിഷമിക്കുന്നത്? മഹേന്ദ്രൻ തിരിച്ചു ചോദിക്കുകയാണ്. മലര് എന്ന് തൊട്ട് സിദ്ധുവിനെ അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ മലറിൻ്റെ അച്ഛനായല്ലോ. സിദ്ധു, നിനക്കതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്, കല്യാണത്തിന് മുമ്പ് എങ്ങനെയായി റൂമിൽ കിടക്കുക എന്നായിരിക്കും ആലോചിക്കുന്നത്. ലക്ഷ്മി, മനസ്സ് ശുദ്ധമായാൽ മാത്രം മതി, നമുക്ക് എന്തും ചെയ്യാം. അവരോട് രണ്ടുപേരോടും മലറിൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രികയും സിദ്ധു ആണെങ്കിൽ മലറിൻ്റെ കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. സിദ്ധു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ വേറെ വഴിയില്ല. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മലറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സാർ നിങ്ങൾ ഇനിയും ഭക്ഷണം കഴിച്ചില്ലല്ലോ. കുഴപ്പമില്ല ചന്ദ്രിക, എനിക്ക് വിശക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പാലെങ്കിലും കാച്ചിയിട്ട് എടുത്തിട്ട് വരാം സാർ. ശരി ചന്ദ്രിക. അപ്പോഴേക്കും ചന്ദ്രിക അടുക്കളയിലേക്ക് പോവാണ്. ഓയ് മലർ, കണ്ണു പൂട്ടിയിട്ട് ഉറങ്ങാൻ നോക്ക്. സിദ്ധു പറയാണ് മലർ കണ്ണു തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ മലർ ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഞാൻ അച്ഛൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ? ശരി വാ എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ ചാരി ഇരിക്കുകയാണ്. മലർ കിടന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, അച്ഛാ, എനിക്കൊരു കഥ പറഞ്ഞതാ അച്ഛാ. കഥയാ? ശരി, മലർക്കുട്ടിക്ക് എന്ത് കഥയാണ് വേണ്ടത്? സിൻഡ്രല്ലയുടെ കഥ പറയച്ചാ. സിൻഡ്രല്ല കഥയോ ഈ സമയത്തോ? ശരി കേട്ടോ. ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരിയായിട്ടുള്ള സിൻഡ്രല്ല ഉണ്ടായിരുന്നു. അവളെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു.
അവളാണെങ്കിൽ ഒരു പാവമായിരുന്നു. പക്ഷെ അവൾക്ക് അതിഭീകരയായ ഒരു ചിറ്റമ്മ ഉണ്ടായിരുന്നു. ആ ചിറ്റമ്മയുടെ പേരാണ് ലിസ. അവർ സിൻഡ്രലയ്ക്ക് ഒന്നും കൊടുക്കില്ലായിരുന്നു. എന്ത് കിട്ടിയാലും അവരുടെ മകളായ റീത്തയ്ക്ക് മാത്രമേ അവർ കൊടുക്കുന്നുള്ളായിരുന്നുള്ളൂ. അവസാനം അവർ സിൻഡ്രലയെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം സിൻഡ്രല എന്താ ചെയ്തതെന്നറിയോ? കുട്ടിക്കാലം തൊട്ടേ ഇത്രയധികം കഷ്ടപ്പെട്ട സിൻഡ്രല ഒരു ചെറിയ രാജകുമാരനെ കല്യാണം കഴിച്ചു. മലരി കഥ കേട്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഇതിലുള്ള സിൻഡ്രല ക്യാരക്ടർ അമ്മയുടെ ക്യാരക്ടർ പോലെ ഉണ്ടല്ലോ. ആഹാ, അങ്ങനെയാണോ? ആ ചിറ്റമ്മയുടെ ക്യാരക്ടർ മേഘാൻറ്റിയുടെ ക്യാരക്ടർ പോലെയാണ് തോന്നുന്നത്. ശരിയാണടാ നീ പറഞ്ഞത്. സിദ്ധുവും സമ്മതിക്കുന്നുണ്ട് മനസ്സിൽ. ശരി ശരി. അപ്പോൾ പിന്നെ ആ മുത്തശ്ശി മരതക മുത്തശ്ശിയാണോ? ആഹാ, എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നു എൻ്റെ തങ്കക്കട്ടി? അച്ഛാ, ഒരു സംശയം ചോദിക്കട്ടെ? എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്ന രാജകുമാരൻ അച്ഛനല്ലേ? ആഹാ, കുഴപ്പമില്ലല്ലോ. എത്രയും പെട്ടെന്ന് നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഞാനൊരു രാജകുമാരനാണെന്നൊക്കെ പറഞ്ഞ് സിദ്ധു ചിരിക്കുകയാണ്. കൂട്ടത്തിൽ പലരും അവർ അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.